വെൽക്കം ബാക്ക് സിന്ധു മൗളോസിന്റെ ഒരു പുതുപുത്തൻ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ ഒക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം, വ്യൂസ് വളരെ കുറവാണ്. അപ്പൊ എന്താന്ന് അറിയത്തില്ല, ബിഗ് ബോസ് ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് ആണെന്നറിയാം. കാരണം ബിഗ് ബോസ് കാണാൻ ഇങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇരിക്കുകയാണല്ലോ എല്ലാവരും അല്ലേ. നല്ല കാര്യമാണ്. അങ്ങനത്തെ ഓരോ പ്രോഗ്രാമൊക്കെ ടി വിയിലൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ഇതൊക്കെ ആകാനായിട്ടുള്ള ഒത്തിരി നല്ല കാര്യമാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ വ്യൂസ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു സങ്കടമൊന്നുമില്ല. ഒരു മാസം കൂടെ കഴിയുമ്പോൾ, കുറച്ച് ദിവസം കൊണ്ടല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ നമുക്ക് വ്യൂസ് കിട്ടുമല്ലോ. അപ്പോൾ അത് കാണും. പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു കാര്യം മെയിനായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ അവധിയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് കറങ്ങാനും ടൂറും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ നടക്കുമായിരുന്നായിരിക്കും അല്ലേ. അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എന്ത് തന്നെയായാലും ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന കണക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞുണ്ടല്ലോ, തൊഴിലുറപ്പിന് പോകാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും വീട്ടിലെ കാര്യമൊക്കെ ചെറിയ രീതിയിൽ അവതാളമായോ എന്ന് ചോദിച്ചാൽ അവതാളമായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ തല്ലിപ്പടിച്ച് പോകും, വൈകിട്ട് വരുമ്പോഴത്തേനും പിന്നെ മടുപ്പായി, കാര്യമായി, കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ മടിച്ചിരിക്കും. പക്ഷെ മടി ഒന്നിനും ഒരു നല്ലതല്ല കേട്ടോ. മടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പം മടി നമ്മളെ എല്ലാ രീതിയിലും എന്താ പറയുന്നത്, നശിപ്പിച്ച് കളയത്തുള്ളൂ. അതുകൊണ്ട് മടി കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഇച്ചിരി മടിച്ചിട്ടിരുന്നത് എന്നാന്ന് വെച്ചാൽ, തുണി കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും വേണ്ട പേരും മഴയായി. പിന്നെ അലക്കല്ലെ തന്നെ ഉരുപ്പിഞ്ഞ് വെച്ചിരിക്കുകയാണ്. എല്ലാം കല്ലേ വെച്ച് അലക്കുക കേട്ടോ. ഞാൻ വാഷിംഗ് മെഷീനകത്ത് ഇടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പറമ്പിലൊക്കെ പോയി പണിതിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഡ്രസ്സ് ചെള്ളയും ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചെളിയൊക്കെ ആയല്ലോ, അത് നമ്മൾ മെഷീനകത്തിട്ട് കറക്കി ബാക്കിയുള്ളതിലോട്ടും കൂടെ ആക്കാന്ന് ഭേദം കല്ലേ വെച്ച് അലക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഏതായാലും കല്ലേൽ അലക്കുമല്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കല്ലേൽ അങ്ങോട്ട് ഇളക്കി. ഇനി പക്ഷേ മെഷീനകത്തിട്ട് ഉണക്കണം. കാരണം മഴയുണ്ട്. എനിക്ക് പിഴിയുമ്പോൾ ഭയങ്കര വേദന, ഈ കഷ്ടത്തിൻ്റെ അവിടെ ഇച്ചിരി നീരൊക്കെ പോകും. അതുകൊണ്ട് തുണി പിഴിയുന്ന പരിപാടി കുറേ കാലമായി നിർത്തിയിട്ട്. അപ്പം അത് കല്ലേ തന്നെ ഇരിക്കുന്നു. അതെല്ലാം റെഡിയാക്കണം. മഴയൊന്ന് കുറയട്ടെ എന്ന് കരുതി. ഇടിയുണ്ട്. അപ്പം നമ്മൾ മെഷീനെ ഓണാക്കി കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യേ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൂക്കുകയും തുടയ്ക്കുകയും കുറേ തുണി കഴിഞ്ഞ ദിവസം തേച്ച് വയ്ക്കാനായിട്ട് ചെയ്തപ്പോഴത്തേനും കറണ്ട് പോയി. അതിൻ്റെ പകുതി അവിടെ കിടക്കുമായിരുന്നു. അതെല്ലാം തേച്ച് മടക്കി എല്ലാം വെച്ചു. കുറേ പണികൾ ചെയ്തു കേട്ടോ. ഇന്ന് ചോറുണ്ടത് എപ്പോഴാണെന്നറിയാം, 2:45. ഇപ്പം സമയം 3:30 ആയതേ ഉള്ളൂ. 2:45 ചോറുണ്ടത്. ഇത്രയും ദിവസവും ഈ തൊഴിലുറപ്പുണ്ടായിരുന്നുണ്ട്. കറക്റ്റ് 1 മണിയാകുമ്പോൾ എനിക്ക് ചോറ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ വെറൈറ്റി കറികളൊക്കെ കൂട്ടി നമ്മുടെ സ്മിത ചെയ്ത് വെക്കും. പിന്നെ കുമാരി ചേച്ചിയും ചില ദിവസം വരാത്ത ദിവസവും കുമാരി ചേച്ചിയും കാണും. അപ്പം എല്ലാ ദിവസവും 1 മണിക്ക് 1:10 അതിൽ കൂടുതൽ പോത്തേയില്ല. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ ആരോഗ്യവും കൂടി, കുറേ വണ്ണം കൂടിയിട്ടുണ്ട് കേട്ടോ. തൊഴിലുറപ്പിന് പോയ വണ്ണം കുറയുന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ. എനിക്ക് വണ്ണം കുറഞ്ഞില്ല, എനിക്ക് വണ്ണം കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇന്നലെ വരെ എനിക്ക് തൊഴിലുറപ്പുണ്ട്, ഇന്ന് വേണ്ടേ തൊഴിലുറപ്പിന് പോയില്ല, എൻ്റെ വീട്ടിലെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഫുഡും കഴിച്ചില്ല. ഇനി സമയത്ത് കഴിക്കാതെ ഇരുന്നാലും നമുക്ക് വണ്ണം വെക്കത്തേ ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്കൊക്കെ ഇച്ചിരി ഫുഡ് കഴിക്കണം. അതാണ് അല്ലേ, നമുക്ക് ആരോഗ്യം കൂടെ നിലനിർത്തണ്ടേ അല്ലേ. അപ്പം എന്തായാലും ഇന്ന് എന്നാന്ന് ചോദിച്ചാൽ, കിച്ചണിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. കിച്ചണിൽ കയറുന്നതും കുറേ നല്ല നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആരും പോയി മിസ് ചെയ്യേണ്ട കണ്ടോ, വായോ. അപ്പം ഞാൻ എൻ്റെ ഇവിടെ കുറച്ച് സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 ഇഞ്ചി കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഇത് ഞാനേ ഇത് അതിനകത്ത് പെടുന്ന സാധനമല്ല കേട്ടോ. ഇത് ഞാൻ പച്ചച്ചക്കച്ചുള തിന്നാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം അരിഞ്ഞ് വെച്ചിരുന്നത്, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന കേട്ടോ. ഇപ്പോൾ പച്ചമുളക് എടുക്കാൻ തുറന്നപ്പോൾ കണ്ടപ്പം അതങ്ങ് എടുത്തൊരു പ്ലേറ്റ് ഇട്ട് വെച്ചാൽ ഇച്ചിരി തണുപ്പ് പോയി കഴിയുമ്പോൾ ചുമ്മാ തിന്നാനായിട്ട് കേട്ടോ. എനിക്ക് പച്ചച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്, പുളിച്ചതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നാ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇവനെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവരട്ടെ. ഞാൻ ആ സവോള എല്ലാം കഴുകി നല്ല വൃത്തിക്ക്. ഈ സവോളയ്ക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. സവോള പൊളിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു കറുത്ത ഒരു ചെറിയ പാടുമാരിയൊക്കെ ഇരിക്കുന്നത്, ചെറിയ കരിപോണക്കൊക്കെ. അത് ഭയങ്കര വിഷമാണ് കേട്ടോ. ക്യാൻസറിനും അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ചീത്തയാണ്. അപ്പോൾ സവോള എപ്പോൾ എടുത്താലും നല്ല വൃത്തിക്ക് അത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സവോളയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് അരിഞ്ഞെടുത്തു. ഇഞ്ചി അരിഞ്ഞെടുത്തു. ഇത് ഇവിടുന്ന് പറിച്ച ഇഞ്ചി കേട്ടോ. അതിൻ്റെ കളർ കണ്ടോ, ഇത് മേടിച്ചുകൊണ്ട് വന്ന ഇഞ്ചി. പിന്നെ കറിവേപ്പില എടുത്തു, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്നാ കാണിക്കുന്നത് നോക്കിക്കോ. കുറച്ച് ഉപ്പുപൊടിയാണ് കേട്ടോ. ആ ഉപ്പുപൊടി ഞാൻ സവോളയിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുകയാണ്. ഉപ്പുപൊടി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ആ
കറിവേപ്പിലയും ഇഞ്ചിയും സവോളയും കൂടെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണ് കേട്ടോ. ഇതിനകത്തോട്ട് തന്നെ നമുക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ഈയിടെ തൊഴിലുറപ്പിനൊക്കെ പോട്ടെ കൊടിച്ചോട്ടിലെയൊക്കെ കളയൊക്കെ പറിച്ചപ്പം തൊട്ടവാടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് എനിക്ക് ഇച്ചിരിയൊക്കെ മുറിഞ്ഞിരിപ്പുണ്ട്, വലുത് കൈയല്ലേ. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് നീറും. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇപ്പം ഇട്ടിട്ടില്ല. ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ടോണം. അപ്പം ഞാൻ അവനകത്തോട്ട് ഈ ചെയ്ത് വെച്ച് ഇതിനകത്തോട്ട് പച്ചമുളകും കൂടെ അങ്ങ് അരിഞ്ഞിടാണ് കേട്ടോ. കേട്ടോ, പച്ചമുളകും കൂടെ അരിഞ്ഞിടാണ്. പിള്ളേരൊക്കെ ഉള്ളടത്ത് എരി കുറച്ച് മതിയെങ്കിൽ കുറച്ച് മുളക് ചേർത്താൽ മതി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാനിപ്പോൾ ഒരു 5-6 ഇടുന്നുണ്ട്, കാരണം ഇത്രയും സവോള ഇല്ലേ, കുറേ ഉണ്ടല്ലോ. അതുകൊണ്ട് കുറച്ച് 5-6 മുളക് കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവനെ കൂടെ ചേർത്ത് ഇളക്കി വെച്ചായിരുന്നെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. പക്ഷേ എനിക്ക് നീറ്റിലോർത്തിട്ട് പേടിച്ചിട്ടാണ് കേട്ടോ. അയ്യോ, അപ്പം ഇനി ഇവനിവിടെ ഇരിക്കട്ടെ. ഞാനൊരു പാത്രം വെച്ച് അടച്ച് ഇവനെ അങ്ങോട്ട് മാറ്റി വെക്കാൻ പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യമൊക്കെ ചെയ്തുകൊണ്ട് വരാം. വേണ്ടേ, സവോളയൊക്കെ ഒന്ന് എന്നാ പറയുക, അതിനകത്ത് ആ വെള്ളമൊക്കെ നീരൊക്കെ ഒന്ന് ഇറങ്ങി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിനകത്തോട്ട് കടലമാവ് ഇട്ട് കൊടുക്കാൻ പോവാണേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ. അപ്പം നമ്മൾ 1 കിലോ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതിനിപ്പോൾ ഒരു 1/2 കിലോയോളം കടലമാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. പോരെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. സവോള നന്നായിട്ട് കടലമാവിൽ പൊതിഞ്ഞിരിക്കണം. കൈ നീറുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കുന്നത് കേട്ടോ. കൈ വെച്ചാണ് ഇളക്കേണ്ടത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ കടലമാവ് ഇട്ട് കൊടുക്കാം. പോരാ, ഇപ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ആ സവോളയുടെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. 1/2 കിലോ കടലമാവായിരുന്നു ഞാൻ മേടിച്ച് വെച്ചിരുന്നത്. അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കിലോ മാവാണ് ഇട്ട് കൊടുത്തതെന്ന് അറിയാണ്ട് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ആദ്യം 1/2 കിലോ മാവായിരുന്നു മേടിച്ചിരുന്നത്. അതിനകത്തുനിന്ന് ഞാനൊരു 1/4 ഭാഗം ഇട്ട് കൊടുത്തു, 1/2 കിലോ വേണ്ട. അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് വേണം, എങ്കിലേ സവോള നന്നായിട്ട് കവർ ചെയ്തുള്ളൂ. അപ്പോൾ ആ മാവും കൂടെ ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവും കൂടി ഇട്ടു, ഒരു ശകലം വെച്ചിട്ട് ബാക്കിയും കൂടി ഇട്ടേ നോക്കാവേ. നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് വേണ്ടി വരുമായിരിക്കും. കണ്ടോ, ഇങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് പൊടിക്ക് എന്നാ പറയുന്നത്, പൊടി നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആവരുത്, ശകലം കേട്ടോ. അപ്പം ഞാൻ 1/2 കിലോ മാവ് ഫുള്ളിട്ടു, ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതേണ്ട ഈ ഒരു പരുവത്തിന് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മൈദ ഒരു 2 സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ മൈദ ഇട്ട് കൊടുക്കുന്നില്ല, നമുക്ക് ആവശ്യത്തിനുള്ള കറക്റ്റ് ഇതിനാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മതി, ഒത്തിരി നേരം കുഴച്ചുകൊണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ചട്ടി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ 5 എണ്ണം ഉണ്ട് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, തീ ഒത്തിരി അങ്ങ് കൂട്ടി വെക്കരുത്. തീ ഒത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അകം വേകിയല്ല, അത്ര അകം അങ്ങ് മുരിയാണ്ട് ഇരിക്കും, പുറം ഇതാവുകയും ചെയ്യും. അതുകൊണ്ട് ഒത്തിരി തീ കൂട്ടരുത്. എന്ന് വെച്ചാൽ തീ തീരെ കുറച്ച് വെച്ചാൽ ഉള്ളിവട പൊടിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് തീരെ കുറയാനും പാടില്ല കേട്ടോ. അപ്പം വേണ്ടേ, എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. കണ്ടോ, 4 മണിക്ക് നല്ലതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ സവോളയും ഉള്ളിയൊക്കെ കഴിക്കുന്ന ഒത്തിരി നല്ലതല്ലേ, നമ്മുടെ രക്തശുദ്ധീകരിക്കാനും ഒത്തിരി ഗുണങ്ങളുള്ള സാധനങ്ങളാണ് സവോളയും ചെറിയുള്ളിയൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ വയറ്റിൽ കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ ഇവന് മൂത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് സവോള വട കോരാറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ കോരി എടുക്കുകയാണ്. എണ്ണയൊക്കെ ഒന്ന് വാലാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ണാപ്പയ്ക്കകത്തോട്ട് കോരി വയ്ക്കാം. എന്നിട്ട് എണ്ണയെല്ലാം ഇതിനകത്തോട്ട് തന്നെ അന്നേരം വാർന്ന് വീണോളൂ. ആ 2 എണ്ണം ആയിട്ടുണ്ട്.
ആദ്യത്തെ ശകലം മൂത്ത് കിട്ടാനായിട്ട് ഇച്ചിരി സമയം എടുക്കുവേ. അത് കഴിഞ്ഞാൽ പിന്നെ പടപടാന്നായിക്കോളും കേട്ടോ, പെട്ടെന്നായിക്കോളും. വേണമെങ്കിൽ ഇച്ചിരി കൂടെ കട്ടി കുറച്ചൊക്കെ ഇടാം, ഇച്ചിരി കൂടെ വലിപ്പം കുറച്ചിടാം. നമുക്ക് ഇപ്പം വീട്ടിലാകുമ്പോൾ നമുക്ക് വേറെ ആരെയും ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ വലിപ്പം കുറച്ചോ കനം കുറച്ചോ ഒക്കെ ഇടാം കേട്ടോ. ഞാനിതിപ്പം 5-6 ഉണ്ടാക്കി. നമുക്ക് അപ്പുറത്ത് സജിയും പിള്ളേർ കണ്ണനും ഒക്കെ ഉണ്ട്, കുമാരി ചേച്ചി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത്രയും ദിവസം കുമാരി ചേച്ചിയുടെ അവിടുത്തെ ഞാൻ കഴിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇന്ന് 4 മണിക്ക് അവർക്ക് ഒരിതായിക്കോട്ടെ, ഒരു സ്നാക്സ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരെയും കോരി എടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഒരു 10 ആകട്ടെ, എന്നിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കാം അല്ലേ. ഇപ്പം 5 ഉള്ളൂ. അടുത്തും കൂടെ കോരിയിട്ട് ഇച്ചിരി കട്ടൻ ചായയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കുക. മഴയല്ലേ, കഴിക്കട്ടെ. എന്നും അളിയും കടി മേടിച്ചോണ്ട് വരും കേട്ടോ. ഇപ്പം കളിയും മേടിച്ചോണ്ട് വന്ന് കഴിച്ചോന്ന് എനിക്കറിയത്തില്ല. എന്നാണേലും കൊടുക്കാം നമുക്ക്. അപ്പോൾ അടുത്ത് ഇടുവാണ് കേട്ടോ. ഇച്ചിരി ഉടക്കാനും കുറച്ചേക്കാതെ എനിക്ക് തോന്നുന്നു. എന്നാന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് കട്ടിക്കിരുന്നാലും ഇടുമ്പം തീ കൂട്ടി വെച്ചോണേ. തീ കുറഞ്ഞു പോയാൽ അത് കഴിഞ്ഞിട്ട് എല്ലാം ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതി. ഞാൻ നേരത്തെയൊക്കെ അഥവാ ആരിലും വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ബേക്കറി ഇല്ലയെന്ന് വെച്ചു, അപ്പോഴേ പെട്ടെന്ന് 2 സവോള എടുക്കും, പടാന്ന് കടലമാവ് ഇട്ട് കുഴയ്ക്കും. പെട്ടെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ചായ തിളയ്ക്കുമ്പോഴത്തേനും ഇതും കൂടെ ആക്കി പെട്ടെന്ന് കൊടുക്കും കേട്ടോ. അപ്പം പിള്ളേർ സെറ്റൊക്കെ പറയുമായിരുന്നു, അയ്യോ ആൻറ്റി സൂപ്പറാണല്ലോ, നല്ലതാണല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. എൻ്റെ മക്കളുടെ കൂട്ടുകാരെയും കൊണ്ട് വരുമ്പോഴേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന്. ഉള്ളിവട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അന്നേരം അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവന്മാരും പറപ്പിച്ചിരുന്നു പടപടാന്ന്. അപ്പം അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് അതുള്ള നല്ല സൂപ്പർ ഉള്ളിവട കേട്ടോ. നല്ല അടിപൊളി ഉള്ളിവട കണ്ടോ. നിങ്ങൾക്കൊക്കെ വേണോ? വേണമെങ്കിൽ ഒരു 2 എടുത്ത് കഴിച്ചോ. ഇനി ഇത്രയും ഇതും കൂടി ഇരിപ്പുണ്ട്. ദേണ്ട അടുപ്പേ കിടക്കുന്നു. അപ്പം കണ്ണനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഈ മഴ കാരണം എനിക്ക് പോകാൻ മടി കേട്ടോ. കാലെല്ലാം കുളിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അപ്പടി ചെളിയാവും വീട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പോയില്ല. തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ണൻ വരട്ടെ, കണ്ണൻ്റെ കൊടുത്തു വിടാം. ഇതൊക്കെ വെച്ച് സ്റ്റൈലായിട്ടാണ് കേട്ടോ. അത് വലിയ കുടയൊക്കെ പിടിച്ച് ഇങ്ങനത്തെ കുടയാണ് നല്ലതാടാ, മഴ നനയല്ല അല്ലേ. ഇത് നോക്കി മിറ്റം കിടക്കുന്നേ. എന്തോ പൊന്നു. അതാ പറഞ്ഞ ഇതാ നല്ലത്. ചേട്ടായി ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചേക്കുന്നത് നല്ലതാ. അതേണ്ട ഉള്ളിവട കൊണ്ടുപോയി കൊടുത്തോ, കൊണ്ടുപോയി കൊടുക്ക്. സിന്ധാൻറ്റി പറയാ. എന്നാ ശരി. അതെ, കുറെ നാളായല്ലോ കണ്ണനെ കണ്ടിട്ട്. എന്താ ദൈവമേ, മഴ കാരണം കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇത് കണ്ണൻ നല്ല തകൃതിയായിട്ട് പണിയാണ് കേട്ടോ. പെരപണിയായോണ്ടാ കണ്ണനെയൊക്കെ കാണാത്തത് അല്ലേടാ. അപ്പൊ പോക്കോ. ഞാനേ അകത്ത് വന്നപ്പോൾ മറന്നുപോയി കേട്ടോ. എന്നാന്ന് വെച്ചാൽ അവൻ എപ്പോഴും ഈ പണി ഡ്രസ്സിലല്ലേ വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ മുറിഞ്ഞിരിക്കുമ്പോൾ കാണിക്കണ്ടല്ലോ എന്നത്. അത് ഞാൻ പറഞ്ഞു. അവന് ഉപ്പറയ്ക്ക് വരങ്ങാണ്ട് നല്ല സൂപ്പറായിട്ട് വന്നതാണ്. യൂണിഫോമിൻ്റെ അളവ് കൊടുക്കാനങ്ങാണ്ട് വന്നോ. ഭയങ്കര മഴ കേട്ടോ. അവിടെ എല്ലാം വെള്ളം നിറഞ്ഞു. അയ്യോ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ ദൈവത്തിൻ്റെ ഇതനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം കണ്ണൻ വന്നു, കണ്ണൻ്റെ വീതം കൊടുത്തു വിട്ടു. ഇനി ആര്യൻ കൂട്ടനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. മഴയാ എന്നാ പറഞ്ഞാൽ അവരാരും തിന്നാനില്ലായിരുന്നു. പിന്നെ ഇതായതില്ലായിരുന്നു. അല്ലാതെ ഞാൻ കണ്ണൻ്റെ കൊടുത്തു വിട്ടു. ഞാൻ അങ്ങോട്ട് കൊടുത്തേക്ക് വേണമെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് തിന്നെ കണ്ടത്. ഞാൻ കഥ അടയ്ക്കാണ്ട് എന്ന് നോക്കിയപ്പോൾ ഇപ്പം ആരും കൂട്ടം തിന്നാൻ നിൽപ്പുണ്ട്. എന്നാൽ പിന്നെ അവനോടുള്ളത് അങ്ങ് കൊടുത്തേക്കാം. അത് നോക്കാൻ പോയതുകൊണ്ട് ശകലം ഒരു സൈഡ് ഒരു ശകലം മൂത്തുപോയി. പക്ഷെ ഇത് മുരിയുന്നതാണ് നല്ലത് എന്ന് വെച്ച് കരിഞ്ഞു പോരുത് കേട്ടോ. കരിഞ്ഞാൽ എടുക്കാം. അപ്പം എന്തായാലും ഇവനെയും കോരാറായിട്ടുണ്ട്. ഇവനെയും കൂടെ പോരട്ടെ. എടാ ഇന്നൊന്ന് ഉള്ളിയോടെ തരാൻ വേണ്ടി വിളിച്ചതാ. തല നനച്ചോ? ഇല്ല. അയ്യോ, അനശ്വര വന്നായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ ഇന്ന് മൊത്തം തുണി
ആണോ? ഞാൻ തുണിയേ കേക്കുമായിരുന്നു. അപ്പുറത്തെ മുറിയിലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ ആരുടെ അനക്കം കിട്ടില്ല. മഴയായിരുന്നുകൊണ്ട് നിങ്ങളാരും പുറത്തിറങ്ങിയില്ലല്ലോ. ഇപ്പൊ തത്തമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആണോ? ഇച്ചിരി ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് കൂടുതൽ പാത്രത്തിൽ തന്നു വിടാവേ. അതിന് അവിടെ പോയി നോക്കുന്നു, ഇവിടെ പോയി നിന്ന് നോക്ക്. അയ്യോ ദൈവം, ഓരോരുത്തർ അവിടെ ക്യാമറയുടെ കീഴെ പോയി നിന്ന്. അയ്യോ വെള്ളം തെറിച്ചോളാം. അല്ല വെള്ളം തെറിച്ചോ? വെള്ളം തെറിച്ചാണോ? അതോ ഒരു ഉള്ളിയുടെ കഷ്ണം കിടപ്പട്ടെ, അതാണോ പൊട്ടിത്തെറിച്ചത്? വേഗം വന്നാണ് പിടിച്ചു സൈഡില്ലേ അവിടം കുറച്ച് പൊട്ടി. ആണോ? ലാസ്റ്റ് ആയിട്ടത്തിന് ഇച്ചിരി വെള്ളമായി. എന്നാന്നറിയാം, ഈ ഉള്ളിയുടെ ഇത് ഇറങ്ങും പെട്ടെന്ന്. അപ്പൊ ഇത്രയും വെള്ളം ആവുണ്ടായിരുന്നു. കുറച്ചിപ്പോ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇരിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇതിനകത്ത് നീരിറങ്ങും കേട്ടോ. എന്നാലും നമ്മളത് വെള്ളത്തെ തൊടാതെ ഇങ്ങനെ കൊടുക്കാൻ മതി. എന്തോമ്മേ മഴയൊക്കെ അല്ലേ? എന്നാ എല്ലാവരും കൂടെ ഉള്ളിവട തിന്നിട്ട് ഓർത്ത് ഉണ്ടാക്കിയതാ. ഉള്ളിവട നിനക്ക് ഇഷ്ടമാണോ? മഴയത്ത് ഉള്ളിവടയും കട്ടൻ ചായയും കൂടെ, തത്തമ്മയോട് ഇച്ചിരി കട്ടൻ ചായയും കൂടെ ഇടാൻ പറഞ്ഞോ. എന്നിട്ടാ വീട്ടിലുണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണോ? കടയിൽ നിന്ന് മേടിക്കുന്നതാണോ ഇഷ്ടമില്ലാത്തത്? ചെറുത് വലിയ ഇഷ്ടമില്ല അല്ലേ? നൂർക്ക് കൂടിയാൻ പിടിക്കണോ? തിന്നിട്ട് നല്ലതാണോ എന്ന് പറയണം കേട്ടോ. ഇന്ന് പറയണ്ട, മഴയത്ത് ഇനി കയറി വരണ്ട കേട്ടോ. നാളെ പറഞ്ഞാൽ മതി. റിസൾട്ട് സൂപ്പർ ആയിരുന്നോ അത്? കല്യാണിക്കും കൊടുക്കണേ. എന്നാ പോ. അടുത്തവനും തേണ്ട പോകുന്നു, അടുത്ത പട്ടാളങ്ങളും തേണ്ട പോകുന്നു. അപ്പോൾ പോട്ടെ, ഞാൻ അടുപ്പ ഇട്ടേക്കോ. ഞാൻ മുമ്പേ വന്ന് കഥ അടയ്ക്കാൻ വന്നപ്പോഴത്തേനും ഒരു പ്രാവശ്യത്തെ ഇച്ചിരി മൂത്തുപോയി. ഇനി മൂപ്പിക്കണ്ട. ഇവിടെ കട്ട കെട്ടി നമ്മൾ തിരിച്ചുകൊണ്ട് അതിനെല്ലാം നമ്മുടെ പറമ്പ് കുഴഞ്ഞു കിടക്കുക ഈ ഇളക്കിയത് കൊണ്ട്. അതുകൊണ്ട് അവൻ ആ വാർക്കയിൽ കൂടെ പോകുന്നുണ്ടോ? അതാ നല്ലത്. കണ്ടോ, മൊത്തം ചളുകൂടാന്ന് കിടക്കാം നമ്മുടെ പറമ്പ്. എന്തെങ്കിലുമൊക്കെ നടണം. അപ്പം നിങ്ങൾ വിചാരിച്ചില്ലേ സിന്നും എന്തിനാ ഇത്രയും ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വിചാരിച്ചില്ലേ? ഇത്ര ഉണ്ടാക്കിയത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തിനാ വെറുതെ നമ്മൾ ഒരു സാധനം മേടിച്ചിട്ട് ചിലർ കാണാവേ ഉണ്ടാക്കത്തും ഇല്ല, മടി കൊണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതല്ലേ? വീടിനകത്ത് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായില്ലേ, ഇഷ്ടപ്പെടത്തില്ലേ? നല്ല കാര്യമാണ്. ഞാൻ പറയട്ടോ, വീട്ടിലുണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടമാണ്. കടയിൽ നിന്ന് മേടിക്കുന്നത് അതും ഒരു ഇതല്ലേ എന്ന് വെച്ച് കടയിൽ മേടിച്ചാലേ എല്ലാവരും എപ്പോഴും കഴിക്കുന്നത് അല്ലേ? എന്തായാലും ഇതിനെ പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടില്ലേ വാട്ടർ സമ്പ്രദായം എന്നാ? കപ്പയുള്ളവർ അങ്ങോട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ കൂട്ടറേന്ന് അരി ഇങ്ങോട്ടേക്ക് മേടിക്കും എന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഉള്ളിവട ഉണ്ടാക്കി ഞാൻ സജിക്കൊക്കെ കൊടുത്തു, സ്മിതയ്ക്കൊക്കെ അപ്പുറത്തോട് കൊടുത്തു. അവര് തന്നു വിട്ട പഴം ഞാൻ തിന്നപോകണം കേട്ടോ. ഇതെല്ലാം പഴുത്ത് സെറ്റായി റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ മറന്നുപോയി, വേറെ കടലിന് രണ്ടെണ്ണം കൊടുത്തു വിടായിരുന്നു, മറന്നുപോയി. അവിടെ നിന്ന് തന്നെ കൊണ്ടുതാണ് കേട്ടോ. ആദ്യം അവർ എനിക്ക് തന്നു വിട്ടെ. അത് എൻ്റേത് പഴുക്കുന്നതിന് മുമ്പേ അവരുടേത് പഴുത്തു. അപ്പം ഞാൻ ചെന്നപ്പോൾ അവിടെ ഞാൻ കഴിച്ചു കേട്ടോ. അവിടെ പോയി കഴിച്ചും തീർത്തു. എൻ്റേത് ഇപ്പം എല്ലാം പഴുക്കുകയും ചെയ്ത്. അപ്പം ഞാൻ ഉള്ളിയോടെ കഴിക്കുന്നില്ല, ഞാൻ 2 പഴം കഴിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണോ? അറിയെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് പോരെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൊടുക്കുക. കമൻറ്റ് ബട്ടണോട് ഒന്ന് ഇടിച്ചു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും